ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബൈനാൻസിൽ പുതുതായിട്ട് ലിസ്റ്റ് ആവാൻ പോകുന്ന കോയിനെ പരിചയപ്പെടുകയാണ്. IO എന്നുള്ള ഒരു ലോഞ്ച് പൂളിൽ പുതുതായിട്ടൊരു കോയിൻ വന്നിട്ടുണ്ട്. അത് ബൈനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ലിസ്റ്റിങ്ങിൻ്റെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ലോഞ്ച് പാഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കോയിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകുന്നതായിരിക്കും. അതിൻ്റെ വൈറ്റ് പേപ്പർ മറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് 13 മണിക്കൂറൂടെ കഴിഞ്ഞാൽ ഇത് ലോഞ്ച് പാഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇതിലേക്ക് കോയിൻ ഇടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ BNB പൂളും FDUSD പൂളുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ BNB പൂളിൽ പങ്കെടുക്കുമ്പോൾ BNB ടോക്കണാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് വാലറ്റിലുണ്ടെങ്കിൽ ഒരു $1 $2 $3 താല്പര്യം അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ പൂളിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് BNB വേണം, FDUSD വേണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പൂളിൽ പങ്കെടുത്താൽ മതിയെങ്കിൽ BNB മാത്രം പങ്കെടുക്കുക. അതാകുമ്പോൾ 85% നമുക്ക് 85% നമുക്ക് ഫാമിംഗ് റിവാർഡായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും 4 ദിവസത്തിന് ശേഷം. അപ്പോൾ നമുക്ക് ഫാമിംഗ് ഓരോ സമയത്തും നമുക്ക് നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും. FDUSD ഉള്ളവർക്ക് FDUSD ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് ഉള്ളത് BNB ഉണ്ട്, എൻ്റെ വാലറ്റിൽ BNB ഉണ്ട്, ഇതുമുണ്ട്, FDUSD ഉണ്ട്. അതുകൊണ്ട് തന്നെ BNB ഞാൻ ആൾറെഡി ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് കൺവേർട്ട് ചെയ്തതായിട്ട് കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് ടെതർ ഉണ്ടായത് കാരണം ഞാൻ ടെതർ കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ BNB ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. BNB എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നേരെ ടെതറിലേക്ക് വരികയാണ്. ഓക്കെ, ടെതർ എന്ന് പറയുമ്പോൾ നമ്മുടെ USDT എനിക്ക് കൺവേർട്ട് ചെയ്ത് ഞാൻ BNBയിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുന്ന ഒരു കോയിൻ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഇതിനകത്ത് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ട്രേഡ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വാലറ്റിൽ ഏറ്റവും ലാസ്റ്റ് ഹോം പേജുണ്ട്, ട്രേഡിംഗ് പേജുണ്ട്. അതിന് ശേഷം നോക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഈ BNB എനിക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹോമുണ്ട്, മാർക്കറ്റുണ്ട്, ട്രേഡുണ്ട്, ഫ്യൂച്ചറുണ്ട്, വാലറ്റുണ്ട്. അതിനകത്ത് നമുക്ക് ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ ട്രേഡ് എന്ന് പറയുന്ന അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ടെതർ കൺവേർട്ട് ചെയ്ത് എനിക്ക് BNB ആക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആൾറെഡി ഇത് ഏൺ സെക്ഷനിലാണ് കിടക്കുന്നത് ടെതർ. അപ്പോൾ ഞാനത് സ്പോട്ട് വാലറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനത് സ്പോട്ട് വാലറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നേരെ ട്രേഡിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ ട്രേഡ് വന്നു കഴിഞ്ഞാൽ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇത് USDT ഞാൻ മാറ്റിയിട്ടുണ്ട്. USDT ഞാൻ ഏൺ സെക്ഷനിൽ നിന്ന് മാറ്റി സ്പോട്ട് വാലറ്റിലേക്ക് വന്നു. അത് ഞാൻ കൺഫേം കൊടുത്ത് സ്പോട്ട് വാലറ്റിലേക്ക് ആ ടോക്കൺ അത്രയും മാറ്റിയാണ്. 13 ടോക്കണാണ് എനിക്കുള്ളത്. അപ്പോൾ 13 USDT ആണ് എനിക്കുള്ളത്. അത് ഞാൻ നേരെ സ്പോട്ട് വാലറ്റിലേക്ക് മാറ്റി. അതിന് ശേഷം എനിക്ക് ട്രേഡിലേക്ക് വരിക. ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ടെതർ എന്ന് അടിച്ചു കൊടുക്കുക, USDT എന്ന് അടിച്ചു കൊടുത്താലും മതി. USDT എന്ന് കൊടുക്കുക. അതിന് ശേഷം താഴെ BNB എന്നും കൊടുക്കുക. എനിക്ക് USDT BNBയിലേക്ക് മാറ്റണം. USDT എനിക്ക് $13 ഉണ്ട്. അപ്പോൾ $13 ഞാൻ BNBയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 0.18 സംതിങ് ഉണ്ട്. അത് ഞാൻ കൺവേർട്ട് ചെയ്തു. ഇത് വളരെ എളുപ്പം കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്ക് ആൾറെഡി എനിക്ക് BNB ടോക്കൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ BNB വെച്ചിട്ട് ലോഞ്ച് പാഡ് ക്ലിക്ക് ചെയ്തു. അതിൽ സ്റ്റേക്ക് എന്ന് പറയുന്ന BNB പൂളിൽ സ്റ്റേക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് സ്റ്റേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റേക്ക് ചെയ്യുമ്പോൾ മാക്സിമം കൊടുത്ത് സ്റ്റേക്ക് ചെയ്യുകയാണ്. അത് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ടോക്കൺ അതിനകത്തുണ്ട്. ഇനി നമുക്ക് ഫാമിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് റെഡീം ചെയ്യാം. അതിന് ശേഷം നേരെ എനിക്കിനി FDUSD പൂളും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആൾറെഡി FDUSD ടോക്കണോട് ഉള്ളത് കാരണം ഞാൻ FDUSD പൂളിലേക്കും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ എൻ്റെ വാലറ്റിലേക്ക് വരുന്നു. അത് ഏണിംഗ് സെക്ഷനിലാണ്. അത് ഞാൻ നേരെ സ്പോട്ട് വാലറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ FDUSD ക്ലിക്ക് ചെയ്തതിന് ശേഷം റെഡീം ചെയ്യുകയാണ്. റെഡീം ചെയ്യുമ്പോൾ നേരെ സ്പോട്ട് വാലറ്റിലേക്ക് പോകും. ഏകദേശം $6 അടുത്തുണ്ട്. അതുകൊണ്ട് 6 FDUSD ഞാൻ നേരെ സ്പോട്ട് വാലറ്റിലേക്ക് വന്നതിന് ശേഷം നേരെ നമ്മുടെ FDUSD പൂളിലേക്ക് നമ്മൾ പങ്കെടുക്കാൻ പോവുകയാണ്. കാര്യം ആൾറെഡി ടോക്കൺ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, FDUSD ഉണ്ട്. FDUSD വന്നതിന് ശേഷം ഞാനത് സ്റ്റേക്ക് ചെയ്യുന്നു. ഒരു $6 സ്റ്റേക്ക് ചെയ്യുന്നു. നമുക്ക് ഈ എമൗണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മൾ ഈ ലോഞ്ച് പാഡ് ഈ പൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് BNB ആയിട്ടും കിട്ടും, FDUSD ആയിട്ടും തന്നെ കിട്ടും. ഈ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ടോക്കണും അതിൻ്റെ കൂടെ തന്നെ കിട്ടും. ഫാമിംഗ് എത്ര ആണോ നമുക്ക് നടന്നത് അത് ആ എമൗണ്ട് നമുക്ക് നമ്മുടെ വാലറ്റിൽ ഉണ്ടാകുന്നതായിരിക്കും.
അപ്പോൾ ഇതുവരെ ഫാമിംഗ് ചെയ്യാത്തവർ, ഈ ലോഞ്ച് പാഡ് കൂടുതലൊന്നും വർക്ക് ചെയ്ത് നോക്കാത്തവർ എല്ലാം ഇത് യൂസ് ഇങ്ങനെ തന്നെ നോക്കുക. നല്ലൊരു ഏണിംഗ് ആണ്, നമുക്ക് വെറുതെ തരുന്നൊരു കോയിനാണ്. അപ്പോൾ അത് എല്ലാവരും യൂസ് ചെയ്യുക. ഇനി ബൈനാൻസിൽ വരുന്ന പുതിയ എയർ ഡ്രോപ്സുകളെല്ലാം എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാൻ വരുത്തുന്ന, എനിക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് നമുക്ക് എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.